നമ്മെ സൃഷ്ടിച്ചതിൻ്റെ താല്പര്യം തന്നെ നമ്മെക്കൊണ്ട് കുറേ ആർക്കും ഉപകാരം ഉണ്ടാവും. ഇതാണ് ഇസ്ലാമിലെ ഏറ്റവും വലിയ ആശയം. നമ്മളെ കൊണ്ട് കുറേ പേർക്ക് ഉപകാരം ഉണ്ടാവാനുള്ള പുതിയ കാല പ്ലാറ്റ്ഫോമാണ് സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കൂ, കണ്ണ് കാണാത്ത സ്വഹാബി അബ്ദുല്ലാഹിബിൻ ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്ന് ചോദിച്ചല്ലോ, നബിയെ, കണ്ണ് കാണുന്നില്ല, കൈപിടിക്കാൻ ആളില്ല, ജമാഅത്തിന് വരത്ത് നിർബന്ധമാണോ ബാധ്യതയാണോ എന്ന ചോദ്യത്തിന് അബ്ദുല്ലാഹിബിൻ ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് വരേണ്ടതില്ലെന്ന് ആദ്യ ആൻസർ കൊടുത്തെങ്കിലും പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഹൽ തസ്മഉൻ നിദാ, ബാങ്ക് മോന് കേൾക്കാറുണ്ടോ? യെസ്. അതിൻ്റെ അർത്ഥം അടുത്താണോ വീട് എന്നാണ്. അങ്ങനെ ഞാൻ പറയാനുള്ള കാരണം, ബുഖാരിയിൽ തന്നെ ഉള്ള വേറെ ചില ഹദീസുകളിൽ നിങ്ങൾ കാണും. എന്ത്? ചില സ്വഹാബിമാർ നബിയെ, തങ്ങളൊന്ന് എൻ്റെ വീട്ടിൽ വന്നിട്ട് നിസ്കരിച്ചു തരാവോ, അതൊരു ബർക്കത്തിൻ്റെ സ്ഥലമാക്കി നമ്മൾ അവിടുന്ന് നിസ്കരിക്കാൻ വേണ്ടിയാണ് എന്ന് ആവശ്യപ്പെട്ടപ്പോൾ തങ്ങൾ പോയി കൊടുത്തിട്ടുണ്ട്. ഇത്ബാനുബിന് മാലിക് ബർക്കത്തിന് തെളിവായി ഫതുൽ ബാരി അതെടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. തങ്ങൾ പോയി കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഹദീസും ആ ഹദീസും തമ്മിൽ എതിരാകും? ഇല്ല. രണ്ട് കാരണങ്ങൾ കൊണ്ട് എതിരല്ല. കാരണം ഒന്ന്, ആ സ്വഹാബി പറയണത് എൻ്റെ വീട് ദൂരെയാണ്, ബാങ്ക് കേൾക്കാറില്ല എന്നുള്ളതാണ്. രണ്ട്, നമ്മൾ പള്ളിയിൽ വരുന്നത് പ്രയാസമാണ്, ബാങ്ക് കേൾക്കൂല, വളരെ ദൂരെയാണ് എന്ന് മാത്രമല്ല, നമ്മൾ അവിടുന്ന് ജമാഅത്താക്കിക്കോളാം, ഒരു സ്രാമ്പിപ്പള്ളി മോഡൽ എന്നാണ് പറയുന്നതിൻ്റെ താല്പര്യം. ഈ സ്വഹാബിയോട് ചോദിക്കണത് ഹൽ തസ്മഉൻ നിദാ, ബാങ്ക് കേൾക്കാറുണ്ടോ എന്ന് പറഞ്ഞാൽ വീട് അടുത്താണോ? വന്നോളണം എന്ന് പറയുന്നുണ്ട്. വന്നോളണം, അത്രയും ഗൗരവമുണ്ട് ജമാഅത്തിൻ്റെ വിഷയത്തിൽ. ഇതേ ജമാഅത്തിൻ്റെ മസല എഴുതാൻ വേണ്ടി ഫിഖ് അയിമ്മത്ത് പേനെടുത്തിട്ട് അവരുടെ ഗ്രന്ഥങ്ങളിൽ മസല എഴുതുമ്പോൾ തുഹഫ, എല്ലാ ഗ്രന്ഥങ്ങളും തുഹഫ എടുത്ത് ഉദ്ധരിച്ചു എന്ന് മാത്രം, ഒരു മസല എഴുതുന്നു. ജമാഅത്തിൻ്റെ മസലകളൊക്കെ എഴുതി തീർന്ന് ഗൗരവ സ്വഭാവത്തിൽ ജമാഅത്തിന് വന്നോളണം എന്ന് പറയുന്നിടത്ത് എന്നെ മഹാന്മാർ പറയാം, നീ നിൻ്റെ മൂത്തമ്മയെ, ഇളയമ്മയെ, അല്ലെങ്കിൽ കാർണോറെ, അല്ലെങ്കിൽ അസുഖബാധിതനായ ഒരാളെ, അത് SOSൻ്റെ സാന്ത്വനം വളണ്ടിയർ ആവാം, സഹഭാരവാഹിയാവാം, നേരത്തെ സംഘടനയിലുള്ള ആളാവാം, ഇപ്പം തുടരുന്ന ആളാവാം, ആരാവട്ടെ, നിൻ്റെ ഒരു കൂട്ടുകാരനെ രോഗം കാണാൻ വേണ്ടി പോയി, രോഗസന്ദർശനം നടത്തി. ആ സമയത്താണ് നമ്മുടെ കൈ പിടിച്ചിട്ട് ഉപരി പറയണത്, മോനെ ഇവിടെ നിന്നാൽ, ഉമ്മാമ്മൻ്റെ ഇവിടെ നിൽക്കോ മോനെ നിൽക്കുമ്പോൾ ഒരു സന്തോഷമാണ്, ഒന്ന് മന്ദിരിച്ച് തരുമോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരിക്കലും ഓവർ സ്മാർട്ട് ആവരുത്. ഇന്ന് റമദാനാണ്, ഞാൻ ഒരു വഖ്ത് പോലും ജമാഅത്ത് മിസ്സാക്കാത്ത ആളാണ്, അവർ സ്മാർട്ടാൻ പാടില്ല. അവിടെ ഇസ്ലാം എന്താ പറഞ്ഞതെന്ന് അറിയാം? അവിടെ പറയണത്, അയാൾക്ക് നീ അവിടെ നിൽക്കൽ കൊണ്ട് ആശ്വാസമാവുമെങ്കിൽ അതാണ് അഫ്ളലു മിനൽ ജമാഅത്തിന് പോകുന്നതിനേക്കാൾ അഫ്ളലു. ഇങ്ങനെ ലക്ഷക്കണക്കിനുള്ള ആൾക്കാർക്ക് ആശ്വാസം നൽകാൻ വേണ്ടി മാത്രമാണ് SOS സാന്ത്വനം ഏറ്റെടുത്തിട്ട് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ അതിൻ്റെ ഓരോ പദ്ധതി എടുത്ത് നോക്കിയേ. സാന്ത്വനം വളണ്ടിയർ എന്ന് പറഞ്ഞ പേരന്നെ അങ്ങനെയാണ് കേട്ടോ. മെഡിക്കൽ കാർഡ് എന്നാ കൈമേലുള്ള കാർഡിൻ്റെ പേര്. ഒരു ഉന്തിപ്പോകുന്ന സാധനം വീൽ ചെയറാണ് കണ്ടോ, വാട്ടർ ബെഡാണ്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കുറേ പേർക്ക് ഉപകാരം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ മഹബത്തൊക്കെ സാർത്ഥകമാവുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചത് ആർക്ക് വേണ്ടിയാണ്? സ്വഹാബത്ത് ജീവിച്ചത് ആർക്ക് വേണ്ടിയാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ രാത്രി ഉറക്കൊഴിയുന്നു, ആർക്ക് വേണ്ടി? ഉസ്മാൻ റളിയല്ലാഹു എല്ലാ വെള്ളിയാഴ്ചയും ഒരടിമയെ മോചിപ്പിക്കുന്നു. ആർക്ക്? ക്രെഡിറ്റ് കിട്ടാനല്ല, ഒരാൾ രക്ഷപ്പെടട്ടെ എന്ന്. അതാണ് അബ്ദുറഹീമിനെ ICF ഏറ്റെടുക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു താല്പര്യം. നിങ്ങൾ കണ്ടോ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായ അന്ന് വളരെ ടെൻഷനായിട്ട് വീട്ടിലേക്ക് ഇങ്ങനെ പോവുക, ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ എങ്ങനെയാണ് റബ്ബേ എന്ന അർത്ഥത്തിൽ. അപ്പോഴാണ് ഒരു വീട്ടിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നത്, ഇന്നലെ വരെ നമുക്ക് ഒട്ടകത്തിനെ പാല് കറന്ന ആൾ ഖലീഫയായിട്ടുണ്ട്, ഇനി ഇന്ന് ഒട്ടകം കറക്കാൻ ആരാ ഉണ്ടാവുക? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് പോയിട്ട് പറഞ്ഞു, ഇന്നലെ വരെ ഒട്ടകം കറന്ന ആൾ ഇന്നും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ജില്ലാ ലീഡർ ആയതുകൊണ്ട് സ്വന്തം സർക്കിൾ ഒഴിവാവില്ല. യെസ്, ഉണ്ടോ? ജാമിഉൽ ഉലൂം വൽ ഹികം ഫി ശർഹി 50 ഹദീസം മിൻ ജവാമിഉൽ കലീം എന്ന ഗ്രന്ഥത്തിൽ കാണാം. മഹാന്മാർ മുഴുവനും ജീവിച്ചത് സാന്ത്വനത്തിനാണ്.
ഏതെങ്കിലും ഒരു മഹാനെ കുറിച്ച് നിങ്ങൾ കേട്ടിന? ഇന്നാലിന്ന മഹാൻ ഡെയിലി 18 ചപ്പാത്തിയും ഇത്ര മണിക്കൂർ ഉറങ്ങുകയും ചെയ്യുന്നു. ഏതെങ്കിലും ഉറക്കൊഴിവാക്കി. എന്തിന്? പാവങ്ങൾക്ക് വേണ്ടി. ഭക്ഷണം കിട്ടിയത് ഒഴിവാക്കി പാവങ്ങൾക്ക് വേണ്ടി. കണ്ടോ? അയൽവാസി പാവപ്പെട്ടയാളാണ് എന്ന് അറിഞ്ഞപ്പോൾ തൻ്റെ വീട്ടിൽ കിട്ടിയ ആട്ടിൻ തല ദാരിദ്ര്യത്തിൻ്റെ തീച്ചൂളയിൽ കഴിയുന്ന സ്വഹാബി കൊടുത്തയക്കുന്നു. ആ ആട്ടിൻ തല 7 വീടുകൾ കറങ്ങിയിട്ട് 1-ാം വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു. യർമൂക്കിൻ്റെ രണാങ്കണത്തിൽ ദാഹിച്ചവശനായി രക്തത്തിൽ മുങ്ങിക്കിടക്കുന്ന സ്വഹാബിക്ക് വെള്ളം കൊടുത്തപ്പോൾ അപ്പുറത്തേക്ക് അങ്ങനെ 1-ാമത്തെ ആളിലേക്ക് വരുമ്പോഴേക്ക് എല്ലാവരും വഫാത്തായിട്ടുണ്ട്. അവരാരും വെള്ളം കുടിച്ചിട്ടില്ല. അവരാരും സ്വന്തത്തിന് വേണ്ടി ജീവിച്ചല്ല. നിങ്ങളെന്താ സോണിൻ്റെ മീറ്റിങ്ങിന് വരാതിരുന്നത്? മീറ്റിങ്ങിനൊക്കെ വരാൻ പ്ലാൻ ചെയ്തിരുന്നു. പിന്നെ ലാസ്റ്റാണ് മനസ്സിലായത് അവിടെ എത്തലെങ്ങനെങ്കിലുമൊക്കെ തിരിച്ചു വരാൻ വണ്ടിയില്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇവൻ്റെ ദീർഘവീക്ഷണം നോക്കിയേ. ഞാൻ മീറ്റിംഗ് കഴിയുമ്പോൾ 9 ആവും, പിന്നെ തിരിച്ചു വരാൻ കഴിയില്ല. ശരിക്കും ഇവൻ സ്റ്റേറ്റ് പ്രസിഡൻ്റ് ആവേണ്ട സമയം കഴിഞ്ഞു. അത്രയും ദീർഘവീക്ഷണം ഉണ്ടല്ലോ. സ്വഹാബത്ത് പായക്കപ്പലിൽ പോയപ്പോൾ ആ ദ്വീപിലെത്തിയപ്പോൾ അവിടെ ദീനീ പ്രവർത്തനം നടത്തുമ്പോൾ ഈ കപ്പൽ കത്തിച്ച് കളഞ്ഞത്രേ. എന്തിന്? ഇവിടെ ഒന്നിക്കിൽ യൂണിറ്റ് ദീന്, അല്ലെങ്കിൽ ഷഹീദ്. തിരിച്ചു പോകണമെന്നില്ലൊരു അജണ്ട കപ്പൽ കാണുമ്പോൾ തോന്നാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കപ്പൽ വേണ്ടാന്ന്. നമ്മളങ്ങനെ മദ്ഹ് ഗാനം പാടി നടന്നാൽ മതിയോ? ദേശങ്ങൾ തേടി എന്നുള്ള പാട്ട് പാടിയാൽ മതിയോ? അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാവണ്ടേ? അതല്ലേ ഔലിയാക്കളോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. അതത് കൂട്ടുകാരെ നമുക്കുണ്ടാവും. മഹാനായ ജാഫർ ത്വയ്യാർ റളിയല്ലാഹു അൻഹു മുഅത്തദിൻ്റെ രണാങ്കണത്തിൽ സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു ഷഹീദായതിനു ശേഷം ക്യാപ്റ്റനായി. ഞാൻ എൻ്റെ സംസാരം ചുരുക്കുകയാണ്. ക്യാപ്റ്റനായ സമയത്ത് ഫസ്റ്റ് വലത് കൈ ശത്രുക്കൾ വെട്ടി. ഈ ധർമ്മപതാക എൻ്റെ കയ്യിൽ എൻ്റെ സംഘടനാ കാലത്ത് വീഴരുത് എന്ന് ചിന്തിച്ചിട്ട് ഇടത്തെ കയ്യിൽ വെച്ചിട്ടാണ് പിന്നെ യുദ്ധം ചെയ്യണത്. ആ കൈയും പോയി. ഒരവസരത്തിൽ പല്ലിനെ കടിച്ചു പിടിച്ചിട്ടൊക്കെ മഹാൻ എൻ്റെ കാലത്ത് ഈ പ്രസ്ഥാനത്തിനൊന്നും സംഭവിക്കരുത് എന്ന് വിചാരിക്കുന്നുണ്ട്. 2 കൈയും 2 കാലും മുറിക്കപ്പെട്ടിട്ട് ഒരു ഫുട്ബോൾ പോലെ രണാങ്കണത്തിൽ ഉരുളാൻ തുടങ്ങി. അപ്പോഴാണ് ഒരാൾ വെള്ളം കൊടുത്തത്. വേണ്ട, സുന്നത്ത് നോമ്പുണ്ട് എന്ന് പറയുന്നുണ്ട്. കണ്ടങ്ങൾ അടുത്തത് പതാക എന്തിട്ട്? അബ്ദുല്ലാഹിബിന് റവാഹ റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹിബിന് റവാഹ തങ്ങൾക്ക് നേരത്തെ തന്നെ സൂചന കിട്ടിയിട്ടുണ്ട് ഈ യുദ്ധത്തിൽ ഷഹീദാവുന്നു. കാരണം തങ്ങൾ യുദ്ധത്തിൻ്റെ മുമ്പുള്ള മെസ്സേജിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇൻ ഖുത്തില സൈദുൻ ഫജാഫർ വ ഇൻ ഖുത്തില ജാഫർ ഫഅബ്ദുല്ല. അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് ഷഹീദാവുന്നു. ജാഫർ റളിയല്ലാഹു അൻഹു ഷഹീദായപ്പോൾ അബ്ദുല്ലാഹി തങ്ങളാണ് അടുത്തത് ക്യാപ്റ്റൻസിയിലേക്ക് വരുന്നത്. ആ അബ്ദുല്ലാഹിബിൻ റവാഹ തങ്ങൾ മദീനത്തെ പള്ളിയിൽ നിന്ന് എങ്ങനെയാണ് മുഅത്തദിലേക്ക് വരുന്നതെന്നറിയോ? സാധാരണ ഒരാൾ കുതിരയിൽ കയറിയാൽ കുതിര എങ്ങോട്ടാണ് പോണത് അങ്ങോട്ട് മുഖം തിരിച്ചിട്ടാണല്ലോ ഇരിക്കൽ. ഈ സ്വഹാബി എങ്ങനെ ഇരുന്നതെന്നറിയാം? തിരിഞ്ഞിട്ടാണ് ഇരുന്നത്. എന്തിന്? ഇനി മഹ്ശറിനെ റസൂലുള്ളാഹിനെ കാണാൻ പറ്റുള്ളൂ. കാണാൻ അറിയത്തുന്നവരെ എൻ്റെ നേതാവിനെ എനിക്ക് കാണാം എന്ന് വിചാരിച്ചിട്ട് കുതിരയിൽ തിരിഞ്ഞിരുന്നിട്ട് അവർ യാത്ര ചെയ്തത്. മഹബത്ത് കൂടിയപ്പം ചെയ്തത് ദീനീ പ്രവർത്തനത്തിൻ്റെ രംഗം ഇറങ്ങി പുറപ്പെടല. അതാ ചെയ്യുന്നത്. ആ സ്വഹാബി യുദ്ധത്തിൻ്റെ പടക്കളത്തിൽ എത്തിയപ്പം തന്നെ ഫസ്റ്റ് ശത്രു വെട്ടിയപ്പോൾ ഒരു വിരലിൻ്റെ ഒരു ഭാഗം ചെത്തിപ്പോയി. ഭയങ്കര വേദന കൊണ്ട് കഷ്ടപ്പെടുന്ന സമയത്ത് മഹാനോട് തന്നെ ഒരു പാട്ട് പാടുന്നുണ്ട്. സമരമാണ് ജീവിതം എന്നുള്ളതാണ് ആ പാട്ടിൻ്റെ ആശയം. ഇന്നന്തി ഇല്ല ഇസ്ബഉൻ തമൈത്തി എന്നുള്ളതാണ് പാട്ടിൻ്റെ ആശയം പറയണത്. ആകെ ഒരു വിരലല്ലേ മുറിഞ്ഞിട്ടുള്ളൂ. 1-ാമത്തെ ക്യാപ്റ്റൻ തല പൊട്ടിയിട്ട് അവിടെ ഷഹീദായിട്ടുണ്ട്. സെയ്ദ് തങ്ങൾ 80-ലധികം മുറിവേറ്റിട്ട് ജാഫർ തങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. ഒരു വിരൽ മുറിഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്കോട്ട് പോകാൻ നോക്കുക. ജാഫർ തങ്ങൾ തന്നെ പറയാം. അല്ല, അബ്ദുല്ലാഹി തങ്ങൾ തന്നെ പറയാം. ബാക്കോട്ട് പോയിട്ട് എന്താ വേണ്ടത്? ഭാര്യയല്ലേ, ഭാര്യനെ ഞാൻ തൊലാക്കില്ലേ. പിന്നുള്ളത് അടിമ പെണ്ണുങ്ങൾ, അവരെ സ്വതന്ത്രരാക്കി. പിന്നെ കുറച്ച് ഈന്തപ്പനത്തോട്ടല്ലേ, ആ പാവങ്ങൾക്ക് വഖഫ് ചെയ്തു. ബാക്കിൽ ബിഗ് സീറോ, മുമ്പിൽ അതാ സ്വർഗം, ഇടയിൽ ശത്രുക്കളുണ്ട്. എന്താന്ന് വെച്ചാൽ ചെയ്താളിയിൽ ഷഹീദായിട്ട് പറക്കുന്നുണ്ട് കേട്ടോ. 60 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ബദർ യുദ്ധം നടക്കുന്നത്. ആർക്ക് 60 വയസ്സ്? അംർ ബിനുൽ ജമൂഹ് തങ്ങൾക്ക്. 60 വയസ്സെന്ന് പറഞ്ഞാൽ 61 62 അല്ല, 70 അടുത്ത പ്രായം. ആ സ്വഹാബിക്ക് കാലിന് മുടന്ത ഇങ്ങനെയാ നടത്തം. ആ സ്വഹാബിക്ക പൂതി എനിക്ക് യുദ്ധത്തിന് പോകണമെന്ന്.
ഒരു മുസ്ലിം ജമാഅത്തിൻ്റെ മീറ്റിങ്ങിനെ അതിനെക്കുറിച്ചല്ല പറയണത്. യുദ്ധത്തിന് വേണമെന്ന് മക്കൾ വിട്ടിട്ടില്ല, വേണ്ടെന്ന്. ഉഹദെത്തിയപ്പോൾ പോയിട്ട് പരാതി പറഞ്ഞു, ഇന്ന ഹൗലായി അബ്നായി യംനഊനി അൻ ഹാദൽ ഖൈർ, ഈ നന്മ എന്നെ ചെയ്യാൻ എൻ്റെ മക്കൾ വിടുന്നില്ല. തങ്ങൾ പറഞ്ഞു വിട്ടേക്ക്. പടക്കളത്തിലെത്തിയപ്പോൾ തന്നെ 10-15 ശത്രുക്കൾ ചുറ്റും കൂടിയിട്ട് ആ മുടന്തുള്ള ചെറിയ കാലിന് വെട്ട് കൊടുത്ത് താഴെ വീണു. കഷ്ണാക്കുന്ന സമയത്ത് മഹാൻ പറഞ്ഞ ഒരു വർത്താനുണ്ട് ഇസ്ലാമിൽ. എന്താണെന്നറിയാം? ഇന്ത്യയിലെ അജിദു റീഹൽ ജന്നത്തി മിൻ വറായി ഉഹദ്, ഉഹദ് പർവ്വതത്തിൻ്റെ അപ്പുറത്തുനിന്ന് എനിക്ക് സ്വർഗത്തിൻ്റെ മണം കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ഈ ത്യാഗികളുടെ മുന്നിലേക്ക് നമുക്കെങ്ങനെയാണ് കൂട്ടുകാരെ സ്വർഗത്തിന് ചോദിക്കാൻ അർഹത ഉണ്ടാവുക? വാട്സപ്പ് ബ്രോഡ്കാസ്റ്റ് വോയിസ് അയച്ചാൽ സംഘടനാ പദ്ധതി ആവോ? ഒന്ന് പണിയെടുക്കണം, പ്രവർത്തിക്കണം. അതാ വേണ്ട. റബിയ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിൽ ശത്രുക്കൾ കൈവെട്ടിയ സമയത്ത് കൈ ഇങ്ങനെ തൂങ്ങുന്നുണ്ട്, ഈ തോലിൽ ഇങ്ങനെ തൂങ്ങുന്നുണ്ട്. ഈ കൈ എനിക്ക് ശല്യമാണോ എന്ന് മഹാന് തോന്നി. തുടർന്നുള്ള യുദ്ധത്തിൽ ഈ കൈ കൊണ്ട് യുദ്ധം ചെയ്യണമെങ്കിൽ ഈ തൂങ്ങുന്നത് കനം കൂടിയോണ്ട് ഈ കൈ നിലത്ത് വെച്ചിട്ട് കാലുകൊണ്ട് ചവിട്ടിയിട്ട് അടുക്കുന്നു. ഇതാണ് ബദരീങ്ങൾ കേട്ടോ. വജാദുബി അംവാലിൻ വബാഉ നുഫൂസഹും ലിദീനിൽ ഹുദാ ഫീ കുല്ലി മൗതീൻ ഗസ്വതി. ആകയാൽ നമുക്ക് ജനാസക്ക് ചുറ്റും ആയിരങ്ങൾ പങ്കെടുക്കാൻ ഖാലിദ് പഠിപ്പിച്ചെന്നത്, റസാക്ക് കൊറ്റി പഠിപ്പിച്ചെന്നത്, വെള്ളിൽ ഉസ്താദ് പഠിപ്പിച്ചെന്നത് അല്ല, സർവോപരി നമ്മുടെ ഉലമാ മുഴുവനും പഠിപ്പിച്ചെന്നത് ജീവിതം മറ്റുള്ളവർക്ക് മാറ്റിവെക്കുക എന്നുള്ളതാണ്. അതാണ് ഔലിയാക്കളോടുള്ള ഇഷ്ടത്തിൻ്റെ 3 അടയാളങ്ങളിൽ ഒന്ന് സൂചിപ്പിച്ചത്. അവർ എന്തിനു വേണ്ടി ജീവിച്ചോ അതിനു വേണ്ടി നമ്മളും ജീവിക്കുക. 2, അവർക്ക് വേണ്ടി ഹൈറാത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് അവർക്കൊരു ഫാത്തിഹ എപ്പോഴും ഓതുകിൽ എന്ന ആശയം നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെ മഹാന്മാരോട് ഹൃദയബന്ധം നമുക്കുണ്ടെങ്കിൽ നമ്മൾ കൈച്ചലാവും, രക്ഷപ്പെടും. വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ടല്ലോ, അതുകൂടി സൂചിപ്പിച്ചിട്ട് തന്നെയാണ് ആയത്ത്. വമൻ ദഖലഹു കാന ആമിന. ആ ആയത്തിൻ്റെ തഫ്സീർ ഇബ്നു അജീബയിൽ കാണാം, മഹാന്മാരുടെ ഹൃദയത്തിൽ നമുക്കൊരിടം ഉണ്ടെങ്കിൽ കാനാമിന, അവൻ പേടിക്കണ്ടെന്ന്. മഹാന്മാരുടെ ഹൃദയത്തിൽ നമ്മുടെ നമ്പർ സേവ് ആണെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. CM വലിയുല്ലാഹിയുടെ ഹൃദയത്തിൽ കയറി പറ്റണം കൂട്ടുകാർ. ഒരു ഫാത്തിഹയെങ്കിലും ഡെയിലി ഓതാൻ എന്താ പ്രശ്നം? നമുക്കങ്ങനെ തീരുമാനിച്ചാലോ? ഒന്ന് കൈ ഉയർത്തി അങ്ങനെ തീരുമാനിച്ചവർ മാഷാ അല്ലാഹ്. ഇതിനാ പ്രാസ്ഥാനിക സമ്മേളനം. വമൻ ദഖലഹു കാന ആമിന. അവരുടെ ഹൃദയത്തിൽ കയറിയവർക്ക് പിന്നെ പേടിക്കാനേ ഇല്ല. വിശേഷിച്ച് മഹാന്മാർക്കെതിരെ ആരോപണം വരുമ്പോൾ അതിന് മറുപടി കൊടുക്കാൻ നമ്മൾ കൂട്ടം കൂടി നിന്നാൽ, ഒന്നുകൂടി കുറച്ചുകൂടി പച്ചയായിട്ട് പറഞ്ഞാൽ, ആ ഇമ്മത്തിനെ നിന്ദിക്കുമ്പോൾ ഔലിയാക്കളെ വഷളാക്കുന്ന സമയത്ത് അതിനെ പ്രതിരോധം തീർക്കുന്നവർ മഹാന്മാർ അവരെല്ലാം ആഖിറത്തിൽ കാത്തു നിന്നിട്ട് ശഫാഅത്ത് ചെയ്യുന്ന. ഷാറാനിമാമിൻ്റെ അൽ മൻഹജുൽ മുത്തഹറിൽ കാണാം. ഷാറാനിമാം പറയാം, ഞാൻ എൻ്റെ അൽ മീസാനുൽ കുബ്ര എന്ന അതിബൃഹത്തായ ഗ്രന്ഥം എഴുതി കഴിഞ്ഞപ്പോൾ ആ ഗ്രന്ഥത്തിലുള്ള ഇതിവൃത്തം, ആ ഗ്രന്ഥത്തിലുള്ള ആശയം, മദ്ഹബിൻ്റെ ആശയങ്ങൾ, എങ്ങനെയാണ് മദ്ഹബ് രൂപപ്പെടുന്നത്, മദ്ഹബിൻ്റെ ഇമാമികൾക്കെതിരെയും മദ്ഹബിനെതിരെയും വന്ന ആരോപണങ്ങൾക്കുള്ള മറുപടിയാണ്. ആ കിതാബ് എഴുതി കഴിഞ്ഞ് അന്ന് രാത്രി ഞാൻ ഉറങ്ങുന്ന സമയത്ത് ഒരു കുബ്ബൻ്റെ ഉള്ളിൽ ആദം നബി അലൈഹിസ്സലാമും അബൂ ഹനീഫ റളിയല്ലാഹുവിനും മാലിക് ഇമാം റളിയല്ലാഹുവിനും ഉണ്ട്. അബൂ ഹനീഫ തങ്ങളും മാലിക് ഇമാമും എന്നെ കാണിച്ചിട്ട് ആദം നബിയോട് പറയാ, ഈ ചെറുപ്പക്കാരനാണ് നമുക്കെതിരെ വന്ന ആരോപണങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞാളെന്ന്. ഷാറാനി ഇമാം ആ സ്വപ്നം പറച്ചിൽ അവസാനിപ്പിച്ചിട്ട് പറയാ, എനിക്കെന്തൊരു സന്തോഷം, മാഷറിയിൽ എനിക്കൊരു പ്രതീക്ഷയുണ്ട്. മഹാൻ പറയാ, ഞാൻ ഏതെല്ലാം ഇമാമിങ്ങളെ മദ്ഹ് എഴുതിയിട്ടുണ്ടോ, ആർക്കെതിരെ ഒക്കെ ആരോപണത്തിന് മറുപടി പറഞ്ഞിട്ടുണ്ടോ, ആ ഇമാമിങ്ങളൊക്കെ നേരെ നിന്നിട്ട് എനിക്ക് ശഫാഅത്ത് ചെയ്യാൻ പുഞ്ചിരിച്ചുകൊണ്ട് എന്നെ കാത്തു നിൽക്കുന്നു. ഈ വാർത്ത വായിച്ചപ്പോൾ എനിക്ക് പേരോട് ഉസ്താദിനെ ഓർമ്മ വന്നത്. എത്ര കൊല്ലായി നമ്മുടെ ഉസ്താദ് തുടങ്ങിയിട്ട്. പുതിയ സർക്കാർ ത്വരീഖത്ത് മുആവിയ റളിയല്ലാഹുവിനെ കുറ്റം പറഞ്ഞപ്പോൾ വരെ തുടക്കമല്ല, അതിന് വരെ മഹാനായ ഉസ്താദ് മറുപടി പറഞ്ഞില്ലേ അല്ലേ? ഏതെല്ലാം വലിയനെതിരെ ആരോപണങ്ങൾ കേരളത്തിൽ വരുന്നുണ്ട്, അതിനെ മുഴുവൻ പ്രമാണങ്ങൾ വെച്ച് അതിനെയൊക്കെ നിലംപരിശാക്കിയില്ലേ പ്രിയപ്പെട്ട പൊന്മൾ ഉസ്താദും പേരോട് ഉസ്താദും നമ്മുടെ ഉസ്താദുമാരും. അവരൊക്കെ എത്ര ആൾ കാത്തിരിക്കും? അവരുടെ വേക്കിലെങ്കിലും പോകേണ്ട കൂട്ടുകാരെ നമുക്ക്. അതിനല്ലേ നമ്മളെ ആദർശ സംഗമങ്ങളും പ്രാസ്ഥാനിക കോൺഫറൻസൊക്കെ.
അതുകൊണ്ട് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, നമ്മളെ കൊണ്ട് നമ്മളെപ്പോഴും ആലോചിക്കേണ്ടത് അള്ളാൻ്റെ സൂപ്പറായ ദീനിന് നമ്മളെ ഒന്നും ഒരാവശ്യമില്ല. കാരണം അള്ളാൻ്റെ സൂപ്പറായ ദീന് അള്ളാഹ് ആദ്യം കൊടുത്തത് അമ്പിയാക്കൾക്കാണ്, പിന്നെ സ്വഹാബത്തിനാണ്, പിന്നെ താബീങ്ങൾക്കാണ്. നമ്മളെ പോലത്തെ ആളെയൊന്നും അള്ളാഹ്ക്ക് ആവശ്യമില്ല. എന്നാലും നമ്മൾ ദ്വാരക്കണം, അള്ളാഹ് നിൻ്റെ ദീനിൻ്റെ കൊച്ചു ഹാദ്യമായി നമ്മളെ കബൂലാക്കണേ. ആ തൗഫീക്ക് കളയരുത്, നഷ്ടപ്പെടുത്തരുത്. ഞാൻ ദീർഘിപ്പിക്കണില്ല, നമ്മുടെ നിസ്കാരം ബാക്കിയുണ്ട്. ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു. മഹാന്മാരെ ഹുബ്ബ് വെച്ച്, അവരോട് ഇഷ്ടം വെച്ച്, മഹാന്മാർ പറഞ്ഞ പോലെ അവരോടുള്ള ഹുബ്ബാണ് ഏറ്റവും വലിയ ഇബാദത്താണ്. ആ ഇബാദത്തെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതം മഹാന്മാരോട് ചേർത്ത് നിർത്തണം. റൊഹിബു സ്വാലിഹീന വലസ്തു മിൻഹും എന്ന ഇമാം ഷാഫി തങ്ങളുടെ ആശയം ലഅല്ലി അൻ അനാല ബിഹിം ഷഫാ, അവരുടെ ഷഫാഅത്ത് ലഭിക്കാനുള്ള ഒരു കാരണവും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.